നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 10ാം ക്ലാസ് മാത്രമുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്ത് ജോലി കിട്ടാനാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് പലരും മറുപടി പറയുന്നത് ശരിയാ, 10ാം ക്ലാസ് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റി, അതും ഇന്ത്യയിലെ തന്നെ പ്രീമിയം ബാങ്കുകളിൽ ഒന്നിൽ ഉള്ള നല്ലൊരു ജോലി. വെറും ഒരു സാധാരണ ജോലിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു സ്ഥാപനത്തിൽ, നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു സ്ഥാപനത്തിലെ ജോലി. തംബ്നെയിലിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതിൽ നിന്നും, അതുപോലെ ഇപ്പോൾ ഈ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നിങ്ങൾക്കറിയാം, ബാങ്ക് ഓഫ് ബറോഡ ആണ് ഈ തൊഴിലവസരം ഓഫർ ചെയ്യുന്നത്. അതായത് ബാങ്ക് ഓഫ് ബറോഡയിൽ 500 ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ളതാണ് പൊസിഷൻ്റെ നെയിം. 500 വേക്കൻസി ഉണ്ട്. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി 10ാം ക്ലാസ് വിജയം മാത്രമാണ്. വേറെ എലിജിബിലിറ്റി ഒന്നും അവർ പറയുന്നില്ല. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, ഏത് ഡേറ്റിനുള്ളിൽ അപ്ലൈ ചെയ്യണം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയിലെ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് ആണ് ഈ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 500 വേക്കൻസീസ് ഉണ്ട്. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാൻ കാരണം, 10ാം ക്ലാസ് ജയിച്ചവർക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. ഹയർ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇതിനകത്ത് ശമ്പളം ഇവർ പറയുന്നത് 19,500 സ്റ്റാർട്ടിങ് മുതൽ 37,815 വരെ, ഏതാണ്ട് 40,000 രൂപയ്ക്ക് അടുത്ത് വരെ നിങ്ങളുടെ സാലറി സ്കെയിൽ ഗ്രോ ചെയ്തു വരാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് മികച്ച ഒരു അവസരമാണ്. 10ാം ക്ലാസ് വിജയം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. അതായത് കേരള സംസ്ഥാനത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരിക്കണം, അത്രയുമേ ഉള്ളൂ. അതുപോലെ പ്രായപരിധി 18 വയസ്സിനും 26 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് സംവരണ വിഭാഗങ്ങൾക്ക് അതിന് ന്യായമായിട്ടുള്ള സർക്കാർ അനുവദിച്ചിട്ടുള്ള ഇളവുകൾ ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി സെലക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, 10th പാസ് മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഓൺലൈനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റിൽ ആണ് ആദ്യ ലെവൽ ഓഫ് സ്ക്രീനിങ്. അതിലൂടെ ആദ്യ ലെവൽ ഒന്ന് സ്ക്രീൻ ചെയ്യും അവർ. അതിനകത്ത് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് എന്നുകൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചുള്ള സ്കില്ല്, അതും 10th സ്റ്റാൻഡേർഡിലെ ലെവലിലുള്ളത് മതി എന്ന് ഓർത്തോണം. ഹയർ ലെവലിലൊന്നും അല്ല അവർ ചോദിക്കുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ധാരണ, അതുപോലെ തന്നെ ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒന്ന് അറിയണം. എലമെൻ്ററി അരിത്മെറ്റിക്സ്, അതായത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ചെറിയ മാത്തമാറ്റിക്സ് ഒക്കെ ഒന്ന് അറിയണം. പിന്നെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, അതായത് റീസണിങ് ടെസ്റ്റ്, ലോജിക്ക് റീസണിങ്, നമുക്കൊരു യുക്തിബോധമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു ബേസിക് ടെസ്റ്റ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പരീക്ഷ. അപ്പം ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദി, മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷയിലും ലഭിക്കും. അപ്പോൾ നമ്മൾ കേരളത്തിൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതുകൊണ്ട് അതും നിങ്ങൾ ഭയപ്പെടാനില്ല. 80 മിനിറ്റ് സമയമുണ്ട്. 100 മാർക്കാണ് പരീക്ഷ. ഒരു ആൻസറിന്, ശരി ഉത്തരത്തിന് 1 മാർക്ക് വെച്ച് ലഭിക്കും. തെറ്റ് ഉത്തരത്തിന് ഒരു 4/1 മാർക്ക് കുറയ്ക്കും, അതായത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്താണ്. ഇതിനുശേഷം ഒരു ഫൈനൽ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയായിരിക്കും സെലക്ഷൻ നടക്കുക. അപ്പം അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ബാങ്ക് ഓഫ് ബറോഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അവിടെ കയറി ഈ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് നോക്കി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മെയ് 23-ാം തീയതിയാണ്. അപ്പം 23rd മെയ് 2025, 2025 മെയ് 23-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക. ഏറ്റവും മികച്ച ഒരു അവസരമാണ്. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ഞങ്ങൾക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റായിട്ട് അത് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടേക്കാം. അവൻ 10ാം ക്ലാസ് മാത്രമേ എലിജിബിലിറ്റി ഉള്ളല്ലോ, പക്ഷേ അവന് ഇത് ഉപകാരപ്പെടുമോ, അല്ലെങ്കിൽ അവൻ +2 കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ, അവനിത് ഉപകാരപ്പെടുമോ എന്നൊക്കെ സംശയമുണ്ട് എങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങളിലൂടെ അവർക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിലോ എന്ന് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.